ഓർത്തഡോക്സ് സഭയിലെ മെത്രായോളികൾ ഈ വിശ്വാസിയുടെ വാക്കുകൾ കേൾക്കണം. ഓർത്തഡോക്സ് സഭയെ കട്ടുമുടിക്കുന്ന മത്തായി മൂന്നാമനും സഹമെത്രായോളികളും സോളമൻ ജോർജ് എന്ന ഈ വിശ്വാസിയുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കണം. തിരുമേനി തിരുമേനി എന്ന് ഈ നാർന്ന മേനികളെ വിളിച്ചുകൊണ്ട് നടന്ന ഈ മനുഷ്യൻ ഗതികെട്ടാണ് ഇപ്പോൾ ഇപ്രകാരം സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് മെത്രായോളികളെ, നീയൊക്കെ നന്നായില്ലെങ്കിൽ നിന്റെയൊക്കെ കച്ചവടം പൂട്ടിപ്പോകും എന്നോർക്കുക. നിന്റെയൊക്കെ താടിയിൽ പിടിച്ച് ഈ വിശ്വാസികൾ ടാർ റോഡിലിട്ട് ഉരയ്ക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് മുന്മാരെ, നീയൊക്കെ ഇത് കേട്ട് മാനം മര്യാദയ്ക്ക് നടന്നാൽ കുറച്ചു കാലം കൂടി നിനക്കൊക്കെ ഈ നാമത്തിൽ സുഖിക്കാം. ബഹുമാനപ്പെട്ട മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളും ക്രിസ്തീയ വിഭാഗങ്ങളും അറിയാൻ വേണ്ടിയിട്ട് വെട്ടിയാർ താന്നിക്കുന്ന സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് മെമ്പർ തെക്കേത്തലയ്ക്കൽ സോളമൻ ജോർജ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ഏതാണ്ട് 73 വയസ്സുള്ള ഒരു വൃദ്ധനെന്ന് പറയാം. ഞാൻ വെട്ടിയാർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് അതിന് പ്രമാണം എഴുതിയ കാലം തുടങ്ങി ഇന്ന് വരെ ആ പള്ളിയിലെ മെമ്പറാണ്. ഇപ്പോഴേ പള്ളിയിൽ നടന്ന തോന്നിവാസങ്ങളുടെ പേരിൽ ചോദ്യം ചെയ്യുകയും ഈ പൊതുയോഗത്തിൽ ഈ കുർബാന മധ്യ പൊതുയോഗം നടത്തുകയും അലമാരി തല്ലിപ്പൊളിക്കുകയും ഞാൻ ട്രസ്റ്റിയായിരുന്ന കാലത്ത് ഇങ്ങനെ പല തോന്നിവാസങ്ങളും നടന്നതിന് ശേഷം തിരുമേനിയോടെ പൊതുയോഗം നടന്ന അമ്മ വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പം ആ കള്ളത്തിരുമേനി പറഞ്ഞിരിക്കുന്നു 10 ദിവസം കഴിഞ്ഞിട്ടാണ് വിളിച്ച് പറഞ്ഞത്. അയാൾക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തതിന് ഞാനല്ല ഉത്തരവാദി. ഒരു കൈ നീട്ടി ഇടത്തോട്ടും വലത്തോട്ടും കൈ നീട്ടുന്ന പുരോഹിതൻ പറയുന്നത് ഞാൻ പൊതുയോഗത്തിൽ ഇരുന്നുള്ള ആളാണ്. സത്യമാണ്. കാരണങ്ങൾ ഇതെല്ലാം കാണിച്ച് ഞാൻ മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലീത്ത എപ്പിഫാനോ തിരുമേനിയുടെ പേരിലും വെട്ടിയാറിലെ വികാരിയായിരുന്ന ടി തോമസ് അച്ഛൻ്റെ പേരിലും മലങ്കര ഭദ്രാസന സെക്രട്ടറി ജോൺ സി ഈപ്പൻ്റെ പേരിലും വൈദിക സെമിനാരി പ്രിൻസിപ്പാൾ ഇപ്പോഴത്തെ വെട്ടിയാർ സെൻറ് മേരീസിൻ്റെ വികാരിയായിരിക്കുന്ന ജോൺ തോമസ് കരിങ്ങാട്ടിൻ്റെ പേരിൽ ഞാൻ കുറത്തിയാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. തിരുമേനിക്ക് പരാതി കൊടുത്തു, കുറത്തിയാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാൻ ചെങ്ങന്നൂർ DOSP വിളിച്ച് പറഞ്ഞു, അച്ഛന്മാരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തത്തില്ല പോലും. ഏത് ന്യായം അച്ഛൻ്റെ മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അച്ഛനെ വെളുത്തത്തില്ലയോ? ഇപ്പം 2 അച്ഛന്മാർ, നിലയ്ക്കലെ അച്ഛന്മാർക്ക് എന്താ കുഴപ്പം? അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം പറഞ്ഞില്ലയോ? ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരാതികൾ കൊടുത്തതിന് ശേഷം ഇന്നെനിക്കൊരു മറുപടി തന്നിട്ടുണ്ട്. 9 മാസം കഴിഞ്ഞ 2021 ഏപ്രിൽ മാർച്ച് മാസത്തിൽ പൊതുയോഗം കൂടിയതിന് ശേഷം അന്നുണ്ടായ പ്രശ്നമാണ്. ഈ കള്ളന്മാരായ തിരുമേനിമാരും കള്ളന്മാരായ അച്ഛന്മാരും ഒരു കാര്യത്തിന് അടുക്കത്തില്ല. നേരം വെളുത്ത കല്യാണത്തിനും ഉദ്ഘാടനത്തിനും പിറകൂതാശിക്കും പോയി ഇടത്തോട്ടും വലത്തോട്ടും കൈവാട്ടി വാങ്ങിച്ച് തിന്നുന്ന ഒരു 85% പുരോഹിതരെന്ന് ഈ ഓർത്തഡോക്സ് സഭയിലുണ്ട്. സത്യവും നീതിയും കിട്ടത്തില്ല. പള്ളിയിലെ ചില ശിങ്കിടികളെ, ചില തമ്മോടി ശിങ്കിളികളെ അവരുടെ ഒത്തുകൂടൽ കൊണ്ട് സഭ മുടിഞ്ഞു പട നശിക്കുന്നു. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒറ്റ അച്ഛനുമില്ല. അച്ഛന് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നതാണ് ശരി. അച്ഛന് കാശ് കിട്ടുന്നത് അച്ഛൻ പോകും. അച്ഛൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു അപ്പുറം തിരുമേനി യാത്രാമധ്യേ പെണ്ണും ചെറുക്കനും വരാൻ താമസിച്ചതിൻ്റെ പേര് അതിനു മുമ്പേ കല്യാണം നടത്താൻ തുടങ്ങിയ അപ്പുറം തിരുമേനി, നിലയ്ക്കൽ തിരുമേനിയോടെ ഞാൻ പറഞ്ഞു, തിരുമേനി അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് കേൾക്കാൻ വേഗത ഉത്തരം പറയാൻ താമസമല്ലേ വേണ്ടിയേ? ഒന്നിനായ തിരുമേനി പിന്നെ കുറച്ചു നേരത്തേക്ക് മിണ്ടുന്നില്ല. തിരുമേനി ലൈനിലുണ്ടോ? അത് സോളമനല്ലേ പറഞ്ഞത് കേൾക്കാൻ വേഗത ഉത്തരം പറയാൻ താമസവും വേണമെന്ന്. ഇതേമാതിരിയുള്ള ഒരുപാട് വെട്ടിയാർ മാവേലിക്കര ഭദ്രാസനത്തിലെ എപ്പിഫാനോ തിരുമേനി ഒരുത്തനോട് പറഞ്ഞ് നീ പോയി തൂങ്ങിച്ചാവടാ, ഒരുത്തനോട് പറഞ്ഞ് നീ പോയി ഡൈവോഴ്സ് ചെയ്യടാ, ഒരുത്തനോട് പറഞ്ഞ് അവിടെ തമ്മിൽ ചാവട്ട. ഇത്ര നികൃഷ്ടന്മാരായ തിരുമേനിമാരാണ് ഈ സഭയിലുള്ളത്. ഇതൊന്നും ആരും അറിയുന്നില്ല. ഒരു അച്ഛനും എന്തോ സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ പിടിച്ച് വെളി വെച്ചിരിക്കുന്നു. എന്ത് കാര്യത്തിന്? അവരെ കൊണ്ടൊക്കെ തെമ്മാടികളാണ് ഈ തിരുമേനിമാരും ഈ പട്ടക്കാരും. ഞാൻ ഈ പള്ളിയിലെ കാര്യങ്ങൾ പറഞ്ഞ് എഴുതി കണക്ക് ഈ തെണ്ടി അച്ഛന്മാരെ, ഈ
തെണ്ടി തിരുമേനിമാരെ അവരുണ്ടല്ലോ, ഒരു വാചകം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നെയും ഞാൻ 6 പേരിൽ പരാതി കൊടുത്തോ അവരെയും കൂടെ വിളിച്ചിരുത്തിയിട്ടില്ല. ഈ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ അച്ഛന്മാരും തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ തിരുമേനിമാരും എനിക്കിപ്പോൾ എതിരായിട്ട് ഒരിക്കലും ഞാനാ മൊത്തം തെറ്റക്കാരുന്നു. ഈ പീലാത്തോസിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ബാവ അല്ല, സെന്റ് തോമസിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നല്ല, പീലാത്തോസിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ബാവ 3 മാലയിട്ട് 30,000 60,000 വാങ്ങിച്ച് നാട്ടുകാരുടെ തിന്ന് നടക്കുന്ന ബാവ, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, ജനങ്ങളെ കണ്ണു തുറക്കട്ടെ. ഈ തെമ്മാടികൾ ഈ സഭയിലുള്ളത്തോളം ഈ സഭ നശിക്കാൻ പോന്നു കേട്ടോ, ഈ സഭ നശിക്കാൻ പോകുന്നു. പെണ്ണുപിടിയന്മാരും കള്ളുകൂടിയന്മാരും കൈനിട്ട് കൈക്കൂലി വാങ്ങുന്നവരും അച്ഛന്മാരെ നിലയ്ക്ക് നിർത്തുക. ഒരു പള്ളിയിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതിക്കാരനെയും ആരെക്കുറിച്ച് പ്രശ്നം പറയുന്നു അവരെ വിളിച്ചിരുത്തി ഒന്നിച്ചിരുത്തിയിട്ട് അവരെ കൊണ്ട് ഒന്ന് ചർച്ച ചെയ്തതിൻ്റെ ശരിയോ തെറ്റോന്ന് അറിയാതെ ഉണ്ട്. ഞാനൊരു പരാതി അയച്ചു, അവർ പ്രതിയോടെ തന്നെ അല്ല വാദികൾ ഞാൻ ആരെ പ്രതികളാക്കിയോ അവരോട് തന്നെ ചോദിച്ചു. അവർ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് മറുപടി എഴുതിയ ഇത്ര നികൃഷ്ട ജീവികൾ, പിണറായി വിജയൻ വിളിച്ച നികൃഷ്ട ജീവികൾ ഇവരല്ലേ? പിണറായി വിജയൻ വിളിച്ച നികൃഷ്ട ജീവികൾ ഇവരല്ലേ? ഇവരെയാണ് നികൃഷ്ട ജീവികളെന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല, ശരിയാ കേട്ടോ. അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല, ശരിയാ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഇത്ര നികൃഷ്ടം പിടിച്ച ഒരു സഭ, പാവങ്ങളുടെ കാശ് മൊത്തം അടിച്ചു കൊണ്ടുപോയി കേസ് പറയാനും തോന്നിവാസത്തിനും മാത്രം ചെലവാക്കുക. ഇവർക്കൊരു പട്ടം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ റോൾസ് റോയ്സിലെ നടക്കത്തുള്ളൂ, പിന്നെ ഇവർ മറ്റിടത്തേക്ക് അടിക്കത്തുള്ളൂ. ഇവരൊക്കെ ജനിച്ച സമയത്ത് കപ്പയും മീനും ചെവിച്ച് തിന്നിട്ടൊന്നും അറിയത്തില്ല. ഇന്ന് പാവങ്ങളുടെ പൈസയുടെ പുറത്ത് ഇവരങ്ങ് തിന്ന് കൊഴിച്ച് മതിച്ച് നടക്കുക. എനിക്ക് ഏത് ശാപം കിട്ടിയാലും ഞാൻ സഹിച്ചോളാം, പക്ഷേ ഈ കള്ള തിരുമേനിമാരെയും കള്ള അച്ഛന്മാരെയും നേരെ നിർത്തുക. ഒരച്ഛൻ BJP പോയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരച്ഛൻ CPM പോയെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഇവന്മാർ കാണിക്കുന്ന തെമ്മാടിത്തരം തോന്നിവാസമാണ്. ഇവർ കാണിക്കുന്ന സഹികെട്ടാണ് അവർ രണ്ടുപേരും പോയത്. സഹികെട്ടിട്ടാ ഇത്ര നാളുകള്, ഇത്ര വൃത്തികെട്ട ജന്മങ്ങള്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.